കോഴിക്കോടിന് സ്വന്തമായി ഒരു ഇന്ത്യൻ കളിക്കാരി വരട്ടെ. മലയാളിയുടെ മണ്ണിൽ നിന്നും മറ്റൊരു കളിക്കാരി കൂടി അടുത്ത വർഷം നമുക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിക്കുവാൻ സാധിക്കട്ടെ. പ്രാപ്തമായ കൈകൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആ ഒരു ഇനോഗ്രേഷൻ കടമ നിങ്ങളിലേക്ക് ഞങ്ങൾ നൽകിയാണ് ഐശ്വര്യ ഷാജി. ഹേ ഗായ്സ്, നമ്മളെല്ലാവരും കൂടെ ഇത്ര സന്തോഷത്തിൽ എങ്ങോട്ടാണെന്ന് നയിക്കില്ലേ. ഇന്ന് നമ്മുടെ ലൈഫിൽ മറ്റൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇന്നത്തെ താരം ഐഷു ആണ്. ആക്ച്വലി ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഐഷു കേരള ക്രിക്കറ്റ് ടീമിൽ അണ്ടർ-23 സ്റ്റേറ്റ് കളിച്ച് ആസാമിൽ നിന്ന് നാട്ടിലെത്തിയതിന് ശേഷം അവളുടെ ലൈഫിലെ ആദ്യത്തെ ഇനാഗ്രേഷൻ പ്ലസ് അനുമോദനാണ്. അവളുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ തന്നെയുള്ള ടർഫിൽ വെച്ചിട്ടായിരുന്നു. അവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇനാഗ്രേഷൻ ആണ് അവൾ പോയത്. സത്യം പറഞ്ഞാൽ വളരെ പ്രൗഡ് മൊമെൻ്റ് ആണ്. ആ ടൈമിൽ നമ്മളെല്ലാവരും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവളുടെ ഒരുപാട് വർഷത്തെ ഒരു ഡ്രീം കം ത്രൂ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ചെറിയ പ്രായം തൊട്ടേ എഫേർട്ട് എടുത്ത ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഐഷുനെ തന്നെ പറയും. കാരണം ഒരു 6ാം ക്ലാസ് മുതൽ നമ്മളെ വിട്ടു നിന്ന് അക്കാഡമി, സ്കൂൾ ലൈഫ് എല്ലാം അക്കാഡമി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഐഷു എന്നൊരാളൊരു 6 മുതൽ നമ്മളെ വീട്ടിൽ ഇല്ല. സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഓണത്തിനും വിഷുവിനും വരുന്ന ഒരു അതിഥി പോലെ അവൾ അത്രയും നമ്മളെ കൂടെ ഉള്ള ഓരോ നല്ല നല്ല നിമിഷങ്ങൾ, ഫാമിലിയിലെ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ അവൾ മിസ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഈ ഒരു കരിയറിന് വേണ്ടി മാറ്റി വെച്ച ഒരാളാണ്. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവളെ ആലോചിക്കുമ്പോൾ എനിക്ക് പ്രൗഡാണ്. എനിക്കൊന്നും ഒരിക്കലും അത് പറ്റത്തില്ല. ബട്ട് അവൾ അതൊക്കെ കടിച്ചു പിടിച്ച് ഇന്നിതാ അവൾ നാട്ടിലെ ഒരു വലിയൊരു ക്രിക്കറ്റിൻ്റെ ഒരു ടൂർണമെൻറ്റ് ഇനാഗ്രേഷന് വേണ്ടി പോയതാണ്. സത്യം പറഞ്ഞാൽ ഐഷു ഇന്ത്യൻ്റെ ജേഴ്സി അണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ അവൾ എന്തായാലും അത് അണിയും എന്നുള്ളതും എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രത്തോളം അവൾ കരിയറിൽ എഫേർട്ട് എടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ നേരെ അവൾ പോയിട്ട് നമ്മുടെ ജനുവരി 26-നായിരുന്നു ഈ ഒരു പ്രോഗ്രാം, റിപ്പബ്ലിക് ഡേൻ്റെ അന്ന്. ബട്ട് എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അവൾ പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. എല്ലാവരും കൈയടിച്ച് അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഗൈസ്. എന്തെനിക്ക് പറയണമെന്ന് അറിയാൻ പറ്റാത്ത സന്തോഷം കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതാ അവൾ അനുമോദനം കിട്ടിയപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്, നിങ്ങളൊരു പ്രൗഡായിട്ടുള്ളൊരു ഫാദറാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണും നിറഞ്ഞ് ആ പുള്ളീൻ്റെ കണ്ണും നിറഞ്ഞ്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കുളിർമയാണ് ഗൈസ്. അങ്ങനെ അവൾക്ക് കിട്ടിയ അനുമോദനവും ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം കളിയൊക്കെ കണ്ട്. ഇതാട്ടോ അവൾക്ക് കിട്ടിയ ട്രോഫി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ അവളിത് പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ രാജീൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. രാജീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവൾക്ക് അനുമോദനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പോസ്റ്റ്യൂമണാണ്, വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മളെല്ലാവരും കളി കണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ടീമുകൾ തന്നെയുള്ള ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ വീട്ടിലെത്തി അവളുടെ ഒരു നമ്മുടെ ഹെവനിലോട്ട് അവളുടെ ട്രോഫീസൊക്കെ വെക്കുന്ന ഷോക്കേസിലോട്ട് അവളെ പുതിയ ട്രോഫിയും വെച്ചിട്ടുണ്ട്.